കൂടുതലും നമ്മളെ സാബു സിവിൽ പോലെ സാബു സിവിൽ എന്താ എന്താ കലാസംവിധാനം അതൊക്കെ അതിലൊക്കെ കഴിവ് തെളിയിക്കുന്നവരായിരുന്നു. പിന്നെ അഭിനയം, മിമിക്രി ആർട്ടിസ്റ്റ്, സംഗീതാധികാരികളെല്ലാം അവരും ഈ ഡ്രസ്സിലൊക്കെ ഭയങ്കര നീറ്റാണ്. കൂടുതലും പെർഫ്യൂം യൂസ് ചെയ്യുന്നവർ എപ്പോഴും അവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും അവരടുത്ത്. 27 നക്ഷത്രക്കാർക്കും ഓരോ സവിശേഷതകളായിരിക്കും അവരുടെ സ്വഭാവത്തിന്. അതെ അതെ. അങ്ങനെ നോക്കുമ്പോൾ ഈ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ അതിൽ ജനിച്ച ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ ഉണ്ടാവില്ല? തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് മാസം പറയാം. ഇപ്പൊ ജാനുവരി മുതൽ ഡിസംബർ വരെ 1 അങ്ങനെ 12 നമ്പർ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1-ാം തീയതി ജനിച്ചവർ 2-ാം തീയതി 3-ാം തീയതി അത് തിരിച്ച് കൂടി വരുമ്പോൾ 12-ാം തീയതി വരും, 3-ാം സംഖ്യ വരും. 14 5-ാം നമ്പർ വരും. 13 ആണെങ്കിൽ നമ്മൾ കൂട്ടി വരുമ്പോൾ 4 സംഖ്യ. അപ്പോൾ ഓരോ സംഖ്യയ്ക്കും അത് പ്രത്യേകതയാണ്. അപ്പം 1-ാം തീയതി ജനിച്ചവരുടെ ഒരു ഗുണം. അപ്പോൾ 10-ാം തീയതി എന്ന് പറയുമ്പോൾ അത് 1-ആണ് സംഖ്യ. അതുപോലെ 28 വരുമ്പോൾ 8, 2, 10 അതും സംഖ്യ 1-ആണ്. അത് പ്രത്യേകത പറയാം. അത് ഈ നക്ഷത്രം കൂടി ചേർന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വളരെ പ്രത്യേകതയാണ്. അതിപ്പോൾ എങ്ങനെ ഉദാഹരണം പറയാം? ഇപ്പം നമുക്ക് ആദ്യം 1-ാം സംഖ്യ എടുക്കാം. അപ്പം അതിൽ മാസം നോക്കുകയാണെങ്കിൽ ജാനുവരിയിൽ ജനിച്ചവർ 1-ാം തീയതി, ജാനുവരി മാസം 1-ാം തീയതി, 10-ാം തീയതി, 19-ാം തീയതി, 28-ാം തീയതി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത സംഖ്യ 1-ആയി. അപ്പോൾ ജാനുവരിയിൽ ഈ സംഖ്യയിൽ ജനിച്ചു കഴിഞ്ഞ് ഉത്തരം, ഉത്രാടം, കാർത്തിക നക്ഷത്രം കൂടെ ആയി ഞായറാഴ്ച ജനനായി കഴിഞ്ഞാൽ വളരെ പ്രത്യേകതയാണ്. അവരുടെ വേണമെങ്കിൽ കിങ് എന്ന് പറയാം. അത് അവരുടെ ഒരു പ്രത്യേകത. ഈ സംഖ്യയുടെ ഏതൊരു ഫീൽഡിൽ നിന്നാലും അവർ വ്യക്തിത്വം, അത് എങ്ങനെ പറയാം, ഒരു അധികാരമായിട്ട് നിന്ന് മാനേജ്മെൻ്റ് എന്നൊക്കെ പറയണല്ലേ, മിടുക്കന്മാരായിരിക്കും. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ വളരെ പ്രത്യേകതയാണ് ഈ 1-ാം നമ്പരായിരുന്നു. പിന്നെ തലമുടി കുറവായിരിക്കും. ഈ പറഞ്ഞ പോലെ ഉത്തരം, ഉത്രാടം, കാർത്തികയും കൂടെ വന്നു കഴിഞ്ഞാൽ അത് സൂര്യൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ ഈ 1-ാം നമ്പർ എന്ന് പറയുന്നത് സൂര്യനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അക്കം. മലവാസ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നവർ, അതായത് കൂടുതലും ടൂറിസ്റ്റായിട്ട് പോകുന്നില്ലേ, അതായത് വിനോദസഞ്ചാരത്തിന് പോണതെല്ലാം മലസഞ്ചാരമായിരിക്കും കൂടുതൽ. ക്ഷേത്ര ദർശനത്തിനേക്കാളും ഇവർക്ക് വിനോദസഞ്ചാരം എന്ന് പറയുന്നത് മലകൾ സന്ദർശിക്കുന്നതും കാട്ടിനകത്ത് ചിലവരൊക്കെ ഇതിന് പോകണില്ലേ, കാട് സന്ദർശിക്കാനൊക്കെ. ഫോട്ടോഗ്രാഫിയിലും താല്പര്യം കാണും ഇങ്ങനെയുള്ള വ്യക്തികൾ. പിന്നെ അധികാര മനോഭാവമുള്ള വ്യക്തികളായിരിക്കും ഈ 1-ാം നമ്പറിൽ ജനിക്കുന്നവർ. അപ്പോൾ പറഞ്ഞതുപോലെ 1-ാം തീയതി ജനിച്ചവർ, 10-ാം തീയതി ജനിച്ചവർ, 28-ാം തീയതി ജനിച്ചവർ, 19-ാം തീയതി ജനിച്ചവർ. അപ്പോൾ സംഖ്യ 1-ആയി. ഇതിലൊരു പ്രത്യേകത, ഞാൻ ഒരു കുട്ടിയുടെ സിവിൽ സർവീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടി മുന്നെയാണ്, ഒരു 3 വർഷത്തിന് മുന്നേ. അപ്പം നോക്കിയപ്പോൾ കുട്ടിയുടെ നക്ഷത്ര ഉത്രാടം 10/10/1999. ഭയങ്കര ഒരു ബ്യൂട്ടിയാണ്. 10 1-ാം നമ്പർ, 10-ാം മാസം 1-ാം നമ്പർ, 1999 അത് 1-ാം നമ്പർ. അത് അപൂർവമാണ്. അങ്ങനെ കുട്ടി അത് നേടിയെടുത്തു. എൻ്റെ അത് ഭയങ്കര ഒരു ഇതാണ്. അവർ വേറെയും കാണിച്ചു, നമ്മുടെ അടുത്ത് വന്നു, നോക്കിയപ്പോൾ അതിൻ്റെ കാര്യം അവർക്ക്. അപ്പോൾ പറയുന്നത് അവർക്ക് ഒരു അധികാരമായിട്ടുള്ള ഒരു ജോലി സാധ്യത, ഗവൺമെൻറ്റിൽ പിടിപാട്, രാഷ്ട്രീയ മേഖലയിലും വരും ഇങ്ങനെയുള്ള വ്യക്തികൾ. പിന്നെ നമ്മൾ പഴകുന്നവർക്ക് അവരെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവും. അത് നോട്ടമൊക്കെ രൂക്ഷ നോട്ടമായിരിക്കും, ആരെയും പെട്ടെന്ന് വിശ്വസിക്കില്ല. 1-ാം നമ്പരായിരുന്നു. അതുപോലെ ഇപ്പോൾ 2-ാം നമ്പർ നോക്കുകയാണെങ്കിൽ അത് സൗമ്യമാണ്, അത് ചന്ദ്രൻ്റെയാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 2-ാം മാസം ഫെബ്രുവരി 2-ാം മാസം ജനിച്ചവർ, അതും 2-ാം തീയതി, 11-ാം തീയതി, 20-ാം തീയതി ജനിച്ചവർ, പിന്നെ വരുന്നത് 29-ാം തീയതി. ഇതിൽ നക്ഷത്രം നോക്കുകയാണെങ്കിൽ തിരുവോണം, രോഹിണി, അത്തം, തിങ്കളാഴ്ച ജനനം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്കും പവറാണ്. പവർ എന്ന് വെച്ചാൽ എങ്ങനെ, പാചകത്തിലൊക്കെ ഭയങ്കര വിദഗ്ധയായിരിക്കും, അത് ആണായാലും പെണ്ണായാലും. പിന്നെ വായനാശീലം, ബുക്സുകളൊക്കെ, സാഹിത്യം രചിക്കും, കവിത, കഥ ഇതൊക്കെ എഴുതുന്ന മനോകാരകനല്ലേ ചന്ദ്രൻ. അപ്പം എപ്പോഴും ഉണർവ് മനസ്സിന്. കൃഷി സംബന്ധമായിട്ടുള്ള ഇത് ചെയ്യും. പിന്നെ പശു വളർത്തൽ, ക്ഷീരകർഷകൻ എന്നൊക്കെ പറയില്ല, അതുപോലെ. അപ്പം ഈ 2-ാം നമ്പരായിട്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വായനാശീലം, അടുത്തവർക്ക് പകർന്ന് നൽകുക, നല്ല ഒരു മനോഭാവം. ദേഷ്യപ്പെടൽ എന്നുള്ള സംഭവം അവരടുത്ത് കാണില്ല. എല്ലാം ഇതിൽ ഇടപഴകുന്നതൊക്കെ വളരെ സൗമ്യമായിരിക്കും സ്വഭാവ സവിശേഷത. പിന്നെ നല്ല പൊക്കം, വലിയ പൊക്കവും ഇല്ല അങ്ങനത്തെ ഒരു വ്യക്തി.
തലമുടി, നേരത്തെ സൂര്യന് പറഞ്ഞത് തലമുടി കുറവായിരിക്കും, ഇവർക്ക് തലമുടി കൂടുതലായിരിക്കും. വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് സൗമ്യമായിരിക്കും. 1-ാം നമ്പറുകാരെ പോലെ അല്ല, അത് സൗമ്യം. പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾക്ക് പരിഹാരം കാണാം. താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് ABC മലയാളം ജ്യോതിഷം ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.